യാതൊരു ഉപകാരവും ഇല്ലാത്ത വെടിക്കെട്ട് മനുഷ്യന് ദോഷം, മൃഗങ്ങൾക്ക് ദോഷം, പിന്നെ സസ്യങ്ങൾക്ക് ദോഷം. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കാണ്, നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നല്ലതിനാണോ അതോ ദോഷത്തിനാണോ എന്ന് ചിന്തിച്ച് നോക്കും. കണ്ടില്ലേ, തൃശ്ശൂർ വെടിക്കെട്ട് പുരയിലെ സ്ഫോടനം 13 മരണമാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചത്. അതിൽ ഒരാളുടെ പോലും ബോഡി വരെ നല്ലപോലെ കിട്ടിയിട്ടില്ല. ഇവിടെ തിരിച്ചറിയാൻ പോലും പറ്റാണ്ട് 13 പേരാണ് ചിന്നി ചെതിരി പോയത്. എന്നിട്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ നെഞ്ചത്തേക്ക് പൊങ്കലിടാനെങ്കിലും എല്ലാത്തിനും എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറഞ്ഞതൊക്കെ നിർത്തലാക്കണം. ഇവിടെ ഇതൊക്കെ പല കൺട്രീസിലും ബാനാണ്. അവിടെ അതുകൊണ്ട് ഇതുപോലെ മരണങ്ങളില്ല. പിന്നെ ഇത് ഞാൻ മാത്രം പറയുന്ന ഒരു അഭിപ്രായമല്ല. നിങ്ങളിതിന് താഴെ ഒരുപാട് കമൻസ് കാണാം. പല സോഷ്യൽ മീഡിയയിലും പല ന്യൂസ് ചാനലുകളിൽ താഴെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കണം. ഒരുപാട് പേര് ഇതിന് എതിരഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. സസ്യങ്ങൾക്ക്, ജന്തുക്കൾക്ക് എല്ലാവർക്കും നാശമാണ് ഇതുകൊണ്ട് അല്ലേ. ഇനി അഥവാ അത് നിർബന്ധമാണെങ്കിൽ ശബ്ദം കുറച്ച്, അതേപോലെ വർണ്ണവിസ്മയം തീർക്കാവുന്നത് മാത്രം ആക്കിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോരം നന്നായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഉണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും, കുടുംബങ്ങളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഇത് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ അനുമതി കൊടുക്കും, കുറച്ച് പൊട്ടിക്കാൻ കൊടുക്കും, പിന്നെ വേണ്ടെന്ന് വെക്കും. കുറേ പരിശോധനകൾ കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇതേപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇതേപോലെ എത്ര അപകടങ്ങൾ, എത്ര സ്ഫോടനങ്ങൾ ഉണ്ടായെന്നറിയോ? ഒന്ന് ചിന്തിച്ച് നോക്കാണ്, ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കാണ്. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നല്ലതിനാണോ അതോ ദോഷത്തിനാണോ എന്ന് ചിന്തിച്ച് നോക്കും.